മലപ്പുറം കുറ്റിപ്പുറത്ത് നഴ്സ് ആത്മഹത്യ ചെയ്തത് മാനസിക പീഡനം മൂലമെന്ന ആരോപണവുമായി സഹപ്രവർത്തകർ. അമാന ആശുപത്രിയിലെ നഴ്സ് അമീനയാണ് കഴിഞ്ഞ ശനിയാഴ്ച ആത്മഹത്യ ചെയ്തത്. ആശുപത്രി ജനറൽ മാനേജർ അബ്ദുൾ റഹ്മാന് എതിരെ ആശുപത്രിയിലെ ഒരു വിഭാഗം ജീവനക്കാർ പോലീസിൽ പരാതി നൽകി. അമീനയുടെ മരണത്തിന് ദുരൂഹത ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മളിപ്പോൾ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. ഇതിന് കാരണക്കാരായിട്ടുള്ള കുറ്റിപ്പുറം അമാന ഹോസ്പിറ്റലിന്റെ GM മാനേജ്മെന്റ് ഇവർക്കെതിരാണ് നമ്മൾ കേസ് കൊടുത്തിട്ടുള്ളത്. ദിവസേനയുള്ള ഹറാസ്മെന്റ് കാരണമാണ് അമീന ഇങ്ങനൊരു കാര്യം ചെയ്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ ദിവസേന ഹറാസ്മെന്റ് അനുഭവിക്കുന്ന ഒരുപാട് സ്റ്റാഫ്സ് ഈ ഹോസ്പിറ്റലിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാവർക്കും നീതി കിട്ടുന്നവരെ ഞങ്ങൾ ഇതിന്റെ ഏത് അറ്റം വരെ പോകാനും തയ്യാറാണ്. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ശാന്തകുമാർ വെള്ളാലത്താണ് ചേരുന്നത്. ശാന്തകുമാർ, തൊഴിലിടത്തിലെ പീഡനം എന്നുള്ളതിലേക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിലുള്ള ദുരൂഹതയാണ് സഹപ്രവർത്തകർ ഇപ്പോൾ ആരോപിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് അവർ പറഞ്ഞു വെക്കുന്നത്? അമാന ആശുപത്രിയിലെ നഴ്സിംഗ് ജീവനക്കാരിയാണ്. എറണാകുളം കോതമംഗലം സ്വദേശിയുമാണ്. അവർ ആത്മഹത്യ ചെയ്യുന്നത് കൂടുതൽ ഗുളികകൾ കൂടുതൽ അളവിൽ കഴിച്ചിരുന്നു. അങ്ങനെ അബോധാവസ്ഥയിലാണ് ഈ ഹോസ്റ്റൽ മുറിയിൽ കാണുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവരുടെ ജീവൻ രക്ഷിക്കാനായിരുന്നില്ല. ഈ മരണത്തിന് കാരണം ഈ ജനറൽ മാനേജർ അബ്ദുൾ റഹ്മാന്റെ മാനസികമായ പീഡനമാണ്. അത് നിരന്തരമായ പീഡനമാണ്. ജീവനക്കാർക്ക് നേരെ നിരന്തരം സമ്മർദ്ദം ചെലുത്തുന്നു, വിവിധ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട്. അത്തരം പീഡനം കാരണമാണ് അവർ ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായത് എന്നതാണ് ഇപ്പോൾ സഹപ്രവർത്തകരും പറയുന്നത്. ആശുപത്രിയിലെ നഴ്സുമാർ ഉൾപ്പെടെ 10 പേർ ചേർന്നാണ് ഇപ്പോൾ കുറ്റിപ്പുറം പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. പോലീസ് ഈ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ അബ്ദുൾ റഹ്മാൻ ഒളിവിലാണ്. അദ്ദേഹത്തെ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് കുറ്റിപ്പുറം പോലീസ് പറയുന്നത്. എന്തായാലും തൊഴിലിടത്തിലെ ഒരു വലിയ പീഡനം തന്നെയാണ് ഉണ്ടായത് എന്നുള്ളത് ആ സഹപ്രവർത്തകരുടെ വാക്കുകളിൽ നിന്നും ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ വാക്കുകളിൽ നിന്നെല്ലാം മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് അത് വലിയ ഗൗരവത്തിൽ തന്നെ കാര്യങ്ങൾ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. സംഗീത. ശരി ശാന്തകുമാർ.